RS ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്ന് പനിയാണ് കേട്ടോ. ഞാനും മോനും എണീറ്റിട്ട് പോലുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എല്ലാവരും ലൈക്കും ഷെയറും എടുത്തേ. എണീറ്റുടനെ ഞാനാണെങ്കിൽ കർട്ടനൊക്കെ മാറ്റിയിട്ട് കേട്ടോ, ഇച്ചിരി വെളിച്ചമൊക്കെ റൂമിലോട്ട് കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് പാലില്ല ഇന്ന് കേട്ടോ. പാലില്ലാത്തതുകൊണ്ട് കാപ്പി ഇടുവാണേ. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കേട്ടോ, നമ്മളിനി കാപ്പി കുടിക്കാൻ പോവാം. കാശി ഇവിടെ ഉണ്ട്, മഹൊക്കെ ഇരിക്കുന്നത്. പനിയായതുകൊണ്ടാണ് കുറേ കിടപ്പില്ലാതെ ഒരുപാട് താമസിച്ച് എണീക്കാൻ. അപ്പോൾ കാപ്പി എടുക്കട്ടെ. കാശിയാണെങ്കിൽ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. അവനാണെങ്കിൽ നല്ല ചുമ, അപ്പോൾ അവനെയൊന്നും ഞാൻ വിട്ടിട്ടില്ല. കാപ്പിയൊക്കെ എടുത്ത് കേട്ടോ, ഇനി അവനോട് കഴിച്ച് തണുപ്പിച്ച് കൊടുക്കണം. അവനാണെങ്കിൽ TV കാണുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്ന് കേട്ടോ. വെയിലും കാറ്റും ഒക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ രാത്രി നല്ല മഴയുണ്ടാകും. പക്ഷേ കാപ്പി കുടിച്ചില്ല കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ച് മുടിയൊക്കെ ചീപ്പി കെട്ടിയിട്ടേ ചായ കുടിക്കാം. നിങ്ങൾ തൊടാൻ വയ്യ, നല്ല തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി തലവേദന ഇടണം. അപ്പോൾ എന്തായാലും മുടിയൊക്കെ കെട്ടി എനിക്ക് വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ച്. എന്തോ മുഖം കണ്ടിട്ട് എന്തോ പോലെ. ചെറിയ പൊട്ടുകളാണ് കേട്ടോ. ഞാനാണെങ്കിൽ കുഞ്ഞിക്കാണ് വരുന്നുണ്ടോ, ചെറിയ ചെറിയ പൊട്ടുകൾ. അപ്പം നമ്മൾ മാക്സിക്ക് ചെയ്യുന്ന പൊട്ടുകളായിരുന്നു. കിട്ടുന്നില്ല. പനിയാണെങ്കിലും ഒരുങ്ങിയിരിക്കാം. മുഖം കണ്ടിട്ട് എന്തോ പോലെ തന്നെ തടിച്ച് കഴിഞ്ഞു. ഒരുപാട് കിടന്നു കേട്ടോ. ചെറിയ പൊട്ടുണ്ടോ, ചെറിയ പൊട്ട് ചെയ്യുന്നത്. വേറെ വലിയ പൊട്ടുണ്ടായി ടെക്സിൻ്റെ, അത് വെച്ചാലേ നല്ല ഇട്ടോട്ട് അറിയത്തുള്ളൂ. എന്തോ പൊട്ടിട്ടെന്ന് പോലും അറിയുന്നില്ല. അല്ലയോ കാശിയുടെ പാപ്പപാത്രം. അപ്പോൾ ഇത് ബെന്നുണ്ട്. അപ്പോൾ വിചാരിച്ച് ബെന്ന് ഒരെണ്ണം എടുക്കാം. ബെന്നെടുക്കാം. ബെന്നും കാപ്പി. അപ്പോൾ എനിക്ക് ബെന്ന് നല്ലതില്ല, ചെറിയ ബെന്നാണേ. കാപ്പിയാണേ. കാപ്പി ഞാൻ കുടിച്ചു തുടങ്ങി കുറേശ്ശെ. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ കേട്ടോ. അന്തരീക്ഷം മാറുന്നുണ്ട്, ചെറിയ മഴക്കോളൊക്കെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ അത്യാവശ്യം 2 തുണി കഴുകാനുണ്ട്. ഷാമട്ടൻ ജോലിക്കിടുന്നേ. വെയിലും വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഗുളികയും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉഷാറായ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, എനിക്ക് അത്യാവശ്യം 1-2 തുണികളൊക്കെ കഴുകാനുണ്ടെന്ന്. ഞാനാണെങ്കിൽ അതൊക്കെ കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി നല്ല വെയിലുണ്ട്. എപ്പോഴാണ് അന്തരീക്ഷം മാറുന്നതെന്ന് അറിയത്തില്ല. അതിന് മുമ്പ് തന്നെ എല്ലാം കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണി കഴുകി. ഇനിയിപ്പം പനിയാണെന്ന് വിചാരിച്ച് പിന്നെ അവിടെ തന്നെ കിടന്നാൽ പിന്നെ എണീക്കാൻ പറ്റാതെ. ഇപ്പം എന്തായാലും എണീറ്റല്ലോ. അപ്പോൾ വാങ്ങുന്ന പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല പനി വെച്ചാണല്ലോ കേട്ടോ ചെയ്യുന്നത്. ഇന്ന് തല പൊങ്ങിയപ്പോഴാണ്, അല്ലാതെ നമ്മൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ചെയ്തു. ഇനി ഇതൊക്കെ നിവർത്തിയിട്ടിട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കാശുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കിടക്കാനൊന്നും പറ്റത്തില്ല. അവനെയും നോക്കണ്ടായോ, അവനിപ്പോൾ TV കാണുക. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കഞ്ഞി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേണം അവന് കൊടുക്കാൻ. കഞ്ഞി കൊടുത്തിട്ട് അവനുള്ള മരുന്ന് കൊടുക്കണം. ഞാൻ ഗുളിക കഴിച്ചു, ഇനി അവന് മരുന്ന് കൊടുക്കണം. രാവിലത്തെ കൊടുത്തിനി ഉച്ചക്കലത്തേക്കുള്ളതല്ലേ കൊടുക്കാറുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പോയി കൊടുക്കാമെന്ന് വിചാരിച്ചാണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്കാണെങ്കിൽ നല്ല തുമ്മലുണ്ട് കേട്ടോ. അലർജിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ അതെല്ലാം പാളിപ്പോയി. പനി വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ചുമ. ഞാൻ കിടന്നുകൊണ്ടാണ് കേട്ടോ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. എൻ്റെ വീഡിയോയിലേ സൗണ്ട് ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ റൂമിലിരുന്ന സൗണ്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് തുണികളൊക്കെ കഴുകുക കേട്ടോ. അത് അത്യാവശ്യം ജോലിക്കും ഉണ്ട്, തുണിയായുണ്ടാകും. ഈ പരുവത്തിനെ കഴുകിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഡ്രസ്സില്ലാതെ വരത്തില്ല.
അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. അവരൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. രാവിലെ വെള്ളം ഒഴിച്ചില്ല, മഴയുണ്ടായിരുന്നു രാത്രിയിൽ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല. ആരാത്? തുണിയൊക്കെ കഴുകിയിട്ടിട്ട് കിടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ റൂമിൽ വന്നപ്പോൾ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണ്ടായോ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും എണീറ്റ് വലിയ കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന ജോലികളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ വയ്യാതാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും കിടക്കാമല്ലോ. അപ്പോൾ പനി പിടിച്ചൊരവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നമ്മുടെ വീഡിയോ ഇല്ല. ഞാൻ വേറൊരു വീഡിയോ എടുക്കാനിരുന്നതാണ്. പനിയായതുകൊണ്ട് പിന്നെ എടുക്കാതിരിക്കാനും വയ്യ. എന്തായാലും മനസ്സ് വിചാരിച്ചല്ലോ വീഡിയോ എടുക്കണമെന്ന്, അപ്പോൾ പിന്നെ ഇതാകട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലെ ആ വയ്യായ്ക അങ്ങ് മാറുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ.